നമസ്കാരം. PSC സ്കോറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 2024 ജനുവരി 1 മുതൽ 5 വരെയുള്ള പ്രധാന സംഭവങ്ങൾ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആനുകാലിക പൊതുവിജ്ഞാനമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 5 ദിവസത്തെ ആനുകാലിക പൊതുവിജ്ഞാനമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മത്സര പരീക്ഷയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ആനുകാലിക പൊതുവിജ്ഞാനമാണ്. അതുപോലെ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നൊരു ഏരിയയാണ് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി ഏതാണ്? ഉത്തരം കൊല്ലം. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലം. അപ്പോൾ ഇപ്പോൾ കൊല്ലത്ത് നടക്കുന്ന കലോത്സവം 62ാമത്തെ കലോത്സവമാണെന്ന് ഓർത്തിരിക്കണം. രണ്ടാമത്തത്, നീതി ആയോഗിൻ്റെ അടൽ ഇന്നൊവേഷൻ മിഷൻ്റെ മാർഗനിർദ്ദേശപ്രകാരം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനും സഹകരിച്ച് ആരംഭിച്ച പോർട്ടലാണ് മെഡ്ടെക് മിത്ര. മെഡ്ടെക് മിത്ര നീതി ആയോഗിൻ്റെ അടൽ ഇന്നൊവേഷൻ മിഷൻ്റെ മാർഗനിർദ്ദേശപ്രകാരം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, മെഡിക്കൽ റിസർച്ചും സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനും സഹകരിച്ച് ആരംഭിച്ച പോർട്ടലാണ് മെഡ്ടെക് മിത്ര. ഇതിൻ്റെ പ്രത്യേകത, ക്ലിനിക്കൽ മൂല്യനിർണ്ണയം, റെഗുലേറ്ററി ഫെസിലിറ്റേഷൻ, പുതിയ ഉൽപ്പന്നങ്ങൾ ഏറ്റെടുക്കൽ എന്നിവയിൽ മെഡ്ടെക് ഇന്നൊവേറ്റർമാരെ സഹായിക്കാനായിട്ട് ഈ പോർട്ടൽ ലക്ഷ്യമിടുന്നുണ്ട്. അതാണ് മെഡ്ടെക് മിത്രയുടെ ഉദ്ദേശം. നീതി ആയോഗുമായി ബന്ധപ്പെട്ട പോർട്ടലാണ് മെഡ്ടെക് മിത്ര എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിൻ്റെ സഹായത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ്, ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് എന്നുള്ളതൊക്കെ വളരെ ശ്രദ്ധിച്ച് പഠിക്കുക. സുജലം പദ്ധതിയുമായി സഹകരിക്കുന്ന വകുപ്പ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിൻ്റെ സഹായത്തോടെ. അപ്പോൾ സുജലം പദ്ധതിയിൽ 2 വകുപ്പുകൾ ഇടപെട്ടിട്ടുണ്ട്. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പുമുണ്ട്, ജലവിഭവ വകുപ്പുമുണ്ട്. ഇങ്ങനെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരാണ് സുജലം. സുജലം. നാലാമത്തെ ചോദ്യം, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISF. ഈ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലാണ് നിന സിംഗ്. CISFൻ്റെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ നിന സിംഗ് ആണ്. CISFൻ്റെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ നിന സിംഗ്. അതേസമയത്ത് CRPFൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറലാണ് അനീഷ് ദയാൽ. CISFൻ്റെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ നിന സിംഗും CRPFൻ്റെ ഡയറക്ടർ ജനറൽ അനീഷ് ദയാലുമാണ്. അനീഷ് ദയാൽ. അടുത്ത ചോദ്യം, പാക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിതയാണ് ഡോക്ടർ സവേര പർകാഷ്. പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിത. പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിതയാണ് ഡോക്ടർ സവേര പർകാഷ്. ഡോക്ടർ സവേര പർകാഷ് പാകിസ്ഥാന്റെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യത്തെ ഹിന്ദു വനിതയാണ് ഡോക്ടർ സവേര പർകാഷ്. ഏഴാമത്തെ ചോദ്യം, ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 ഭാഗ്യ ചിഹ്നത്തിൻ്റെ പേരാണ് വീരമംഗൈ വേലുനാച്ചിയാർ. വീരമംഗൈ വേലുനാച്ചിയാർ. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് ഓർമ്മയിൽ സൂക്ഷിക്കണം, പഠിക്കണം. ഈ വീഡിയോ കേൾക്കുന്ന സമയത്ത് തന്നെ ഇതൊക്കെ പരമാവധി പഠിച്ച് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 ഭാഗ്യ ചിഹ്നത്തിൻ്റെ പേരാണ് വീരമംഗൈ വേലുനാച്ചിയാർ. വീരമംഗൈ വേലുനാച്ചിയാർ. നെക്സ്റ്റ്, തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി 6 മാസം തടവിന് ശിക്ഷിച്ച സാമ്പത്തിക ശാസ്ത്ര നൊബൽ ജേതാവാണ് മുഹമ്മദ് യൂനിസ്. മുഹമ്മദ് യൂനിസ് തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി 6 മാസം തടവിന് ശിക്ഷിച്ച സാമ്പത്തിക ശാസ്ത്ര നോബൽ ജേതാവ് മുഹമ്മദ് യൂനിസ് ആണ്. മുഹമ്മദ് യൂനിസ്. സംസ്ഥാന മലിനീകരണ ബോർഡിൻ്റെ ചെയർപേഴ്സൺ S ശ്രീകല. സംസ്ഥാന മലിനീകരണ ബോർഡിൻ്റെ ചെയർപേഴ്സണാണ് S ശ്രീകല. അപ്പോൾ പാക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിത സവേര പർകാഷ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം വീരമംഗൈ വേലുനാച്ചിയാർ. തൊഴിൽ നിയമം ലംഘിച്ചെന്ന കാരണത്താൽ ബംഗ്ലാദേശ് കോടതി തടവിന് ശിക്ഷിച്ച നോബൽ ജേതാവ് മുഹമ്മദ് യൂനിസ്. സംസ്ഥാന മലിനീകരണ ബോർഡിൻ്റെ ചെയർപേഴ്സൺ ശ്രീകല. 2024 ജനുവരി 1 ഭൂകമ്പം ഉണ്ടായ ഏഷ്യൻ രാജ്യം. ഉത്തരം ജപ്പാൻ. കേരള കർഷക തൊഴിലാളി യൂണിയൻ്റെ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തിയ പ്രഥമ കേരള പുരസ്കാര ജേതാവ് VS അച്യുതാനന്ദൻ. കേരള കർഷക തൊഴിലാളി യൂണിയൻ്റെ മുഖമാസികയായ കർഷക തൊഴിലാളി, മുഖമാസികയുടെ പേരാണ് കർഷക തൊഴിലാളി. ഈ കർഷക തൊഴിലാളി ഏർപ്പെടുത്തിയ പ്രഥമ കേരള പുരസ്കാര ജേതാവ് VS അച്യുതാനന്ദനാണ്. 1 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. 1 ലക്ഷം രൂപ. മന്നം ജയന്തിയായിട്ട് ആചരിക്കുന്നത് ജനുവരി 2 ആണ്. മന്നത്ത് പത്മനാഭൻ്റെ ജന്മദിനമാണ് ജനുവരി 2. മന്നം ജയന്തി ജനുവരി 2 മന്നം ജയന്തി. എൻ്റെ ജീവിത സ്മരണകൾ എന്നുള്ളത് മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ്. അപ്പോൾ ജനുവരി 2 മന്നം ജയന്തിയാണ്, മന്നത്ത് പത്മനാഭൻ്റെ ജന്മദിനമാണ്.
സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ മൊബൈൽ ആപ്പാണ് ഉത്സവം. അപ്പോൾ കലോത്സവ വേദി കൊല്ലം എന്ന് പഠിച്ചു. സ്കൂൾ കലോത്സവത്തിൻ്റെ മൊബൈൽ ആപ്പിൻ്റെ പേര് ഉത്സവം എന്നാണ്. ഉത്സവം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ മൊബൈൽ ആപ്പിൻ്റെ പേര് ഉത്സവം. 14 സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള KP ഉദയഭാനു പുരസ്കാരം ലഭിച്ചത് രമേശ് നാരായൺ. സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റ്. ഈ സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള KP ഉദയഭാനു പുരസ്കാരം ലഭിച്ചത് രമേശ് നാരായൺ. 15 തമോ ഗർത്തങ്ങളെക്കുറിച്ച് പഠിക്കാൻ ISR വിക്ഷേപിച്ച ദൗത്യം. തമോ ഗർത്തങ്ങളെക്കുറിച്ച് പഠിക്കാൻ ISR വിക്ഷേപിച്ച ദൗത്യത്തിൻ്റെ പേരാണ് എക്സ്പോസാറ്റ് PSLV C58. എക്സ്പോസാറ്റ് PSLV C58 ISROയുടെ 60ാമത് PSLV ബഹിരാകാശ ദൗത്യമാണിത്. ISROയുടെ 60ാമത്തെ PSLV ബഹിരാകാശ ദൗത്യമാണ്. ഇതിൻ്റെ ഭാരം 469 കിലോഗ്രാം, കാലാവധി 5 വർഷം. എക്സ്പെക്റ്റ് എക്സ്റേ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ടൈമിംഗ്. എക്സ്റേ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ടൈമിംഗ്. അപ്പോൾ എക്സ്പെക്റ്റ് നിർമ്മിച്ചത് UR റാവു സാറ്റലൈറ്റ് സെൻറ്ററിലും പോളിക്സ് നിർമ്മിച്ചത് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലുമാണ്. പോളിക്സ് എന്ന് പറഞ്ഞാൽ പോളാരി മീറ്റർ ഇൻസ്ട്രുമെൻ്റ് ഇൻ എക്സ്റേസ്. ഇതുമായി ബന്ധപ്പെട്ട എക്സ്പെക്റ്റ് നിർമ്മിച്ചത് UR റാവു സാറ്റലൈറ്റ് സെൻറ്ററിലും പോളിക്സ് നിർമ്മിച്ചത് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലുമാണ്. ഈ എക്സ്പോസാറ്റ് PSLV C58ൻ്റെ മിഷൻ ഡയറക്ടറാണ് M ജയകുമാർ. വിക്ഷേപിച്ചത് ബംഗളൂരു UR റാവു സാറ്റലൈറ്റ് സെൻറ്ററിൽ നിന്നാണ്. വിക്ഷേപിച്ച തീയതി 2024 ജനുവരി 1. വിക്ഷേപിച്ച തീയതി 2024 ജനുവരി 1. 16 2024 ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതമാണ് മൗണ്ട് ലെവോട്ടോബി ലാക്കിലാക്കി. 2024 ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതത്തിൻ്റെ പേരാണ് മൗണ്ട് ലെവോട്ടോബി ലാക്കിലാക്കി. 17ാമത്തെ ചോദ്യം. പ്രഥമ സ്വാമി ആനന്ദതീർത്ഥൻ അവാർഡ് ജേതാവ് പെരുമാൾ മുരുകൻ. ആനന്ദതീർത്ഥൻ അവാർഡ് ലഭിച്ചത് പെരുമാൾ മുരുകനാണ്. പ്രഥമ സ്വാമി ആനന്ദതീർത്ഥൻ അവാർഡ് ജേതാവ് പെരുമാൾ മുരുകൻ. അടുത്ത ചോദ്യം. വൈ ഭാരത് മാറ്റേഴ്സ് ഒരു പുസ്തകത്തിൻ്റെ പേരാണ്. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകം രചിച്ചത് S ജയശങ്കർ. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് S ജയശങ്കർ. മറ്റൊരു ചോദ്യം. അയോധ്യയിൽ സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത വിഗ്രഹത്തിൻ്റെ ശില്പി അരുൺ യോഗിരാജ്. അയോധ്യയിൽ സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത വിഗ്രഹത്തിൻ്റെ ശില്പിയാണ് അരുൺ യോഗിരാജ്. 20 വേൾഡ് പാരാ അത്ലറ്റിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യൻ താരമെന്ന നേട്ടം കൈവരിച്ചത് ശീതൾ ദേവി. വേൾഡ് പാരാ അത്ലറ്റിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യൻ താരമെന്ന നേട്ടം കൈവരിച്ചത് ശീതൾ ദേവിയാണ്. മറ്റൊരു ചോദ്യം. P വത്സല എഴുത്തുകാരിയാണ്. P വത്സലയുടെ പ്രസിദ്ധമായ ഒരു രചനയാണ് നെല്ല്. P വത്സലയുടെ നെല്ല് എന്ന നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു. അവരുടെ പേരെന്താണ്? P വത്സലയുടെ നെല്ല് എന്ന നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു. അവരുടെ പേര് കുറുമാട്ടി അല്ലെങ്കിൽ രാഗിണി എന്നാണ് അവരുടെ പേര്. P വത്സലയുടെ നെല്ല് എന്ന കഥാപാത്രത്തിൽ ജീവിച്ചിരുന്ന കഥാപാത്രമാണ് കുറുമാട്ടി. 22ാമത്തെ ചോദ്യം. 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച രാജ്യങ്ങൾ. 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച രാജ്യങ്ങളാണ് ഈജിപ്റ്റ്, ഇറാൻ, എത്യോപ്യ, സൗദി അറേബ്യ, UAE. 5 രാജ്യങ്ങൾ. പഠിക്കാൻ എളുപ്പമാണ്. ഈജിപ്റ്റ്, ഇറാൻ, എത്യോപ്യ, സൗദി അറേബ്യ, UAE. ഈജിപ്റ്റ്, ഇറാൻ, എത്യോപ്യ, സൗദി അറേബ്യ, UAE. ഈ 5 രാജ്യങ്ങൾക്ക് 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ. കുവൈറ്റിലെ പ്രധാനമന്ത്രി ഡോക്ടർ മുഹമ്മദ് സബാഹ്. കുവൈറ്റ് പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മുഹമ്മദ് സബാഹ്. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ 100 കോടി വിറ്റുവരവുള്ള ബിസിനസ്സുകളായി ഉയർത്തുന്നതിനുള്ള പദ്ധതിയാണ് മിഷൻ 1000. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ 100 കോടി വിറ്റുവരവുള്ള ബിസിനസ്സുകളായി ഉയർത്തുന്നതിനുള്ള പദ്ധതിയുടെ പേരാണ് മിഷൻ 1000. ലോക ബ്രെയിലി ലിപി ദിനമായി ആചരിക്കുന്നത് ജനുവരി 4 തീയതിയാണ്. അതേസമയത്ത് ദേശീയ പക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 5. ലോക ബ്രെയിലി ലിപി ദിനമായി ആചരിക്കുന്നത് ജനുവരി 4. ദേശീയ പക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 5. ലോക ബ്രെയിലി ലിപി ദിനം ജനുവരി 4, ദേശീയ പക്ഷി ദിനം ജനുവരി 5. അടുത്തത്. 140 ഭാഷകളിൽ പാടി ഒറ്റ സംഗീത പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പാടി ഗിന്നസ് റെക്കോർഡ് നേടിയ മലയാളിയാണ് സുജേത സതീഷ്. 140 ഭാഷകളിൽ പാടി ഒറ്റ സംഗീത പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പാടി ഗിന്നസ് റെക്കോർഡ് നേടിയ മലയാളി സുജേത സതീഷ്. 2024 ജനുവരിയിൽ ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയത് എവിടെ? UK-യിലാണ്. 2024 ജനുവരിയിൽ ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയത് UK, യുണൈറ്റഡ് കിങ്ഡം. 2024 ജനുവരിയിൽ ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയത് UK. വർദ്ധിച്ചു വരുന്ന സൈബർ കേസുകളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായുള്ള സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ 1930.
വർദ്ധിച്ചു വരുന്ന സൈബർ കേസുകളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായുള്ള സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1930. 2024 ജനുവരിയിൽ ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയത് UK-യിലാണ്. 26ാമത്തെ ചോദ്യം നോക്കണം. 2024 ജനുവരിയിൽ ഏത് നവോത്ഥാന നായകന്റെ 150-ാം രക്തസാക്ഷിത്വ ദിനമാണ് ആചരിച്ചത്? കേരളത്തിലെ ഏത് നവോത്ഥാന നായകന്റെ 150-ാം രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? ഉത്തരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അടുത്തിടെ റാൻ ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഗുജറാത്ത്. റാൻ ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവ വേദി പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ്. സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവ വേദി ചിറ്റൂർ, പാലക്കാട്. അതുപോലെ 2024 ജനുവരിയിൽ രാജസ്ഥാനിലെ മഹാജനിൽ നടക്കുന്ന ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് ഡെസേർട്ട് സൈക്ലോൺ. രാജസ്ഥാനിലാണ് നടക്കുന്നത്. ഡെസേർട്ട് സൈക്ലോൺ എന്ന് ഓർക്കാൻ എളുപ്പമാണ്. 2024 ജനുവരിയിൽ രാജസ്ഥാനിലെ മഹാജനിൽ നടക്കുന്ന ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് ഡെസേർട്ട് സൈക്ലോൺ. സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവ വേദി പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ്. 2024 ജനുവരിയിൽ കേരളത്തിലെ ഏത് ജില്ലയാണ് ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകുന്നത്? ഉത്തരം ആലപ്പുഴയാണ്. 2024 ജനുവരിയിൽ കേരളത്തിലെ ഏത് ജില്ലയാണ് ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകുന്നത്? ഉത്തരം ആലപ്പുഴ. ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര് ഡെസേർട്ട് സൈക്ലോൺ. സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവ വേദി ചിറ്റൂർ. അടുത്ത ക്വസ്റ്റ്യൻ. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴിൽ ആദ്യ കടൽ ഭക്ഷണ റെസ്റ്റോറന്റ് നിലവിൽ വരുന്നത് എവിടെ? ആഴാംകുളം. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴിൽ ആദ്യത്തെ കടൽ ഭക്ഷണ റെസ്റ്റോറന്റ് നിലവിൽ വരുന്ന സ്ഥലമാണ് ആഴാംകുളം. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പുതിയ വക്താവ് രൺധീർ ജയ്സ്വാൾ. പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ അടുത്തിടെ ഉദ്ഘാടനം ചെയ്തത് ഉത്തർപ്രദേശിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. പത്രപ്രവർത്തകനായ എൻ രാമചന്ദ്രന്റെ സ്മരണാർത്ഥമുള്ള പൊതുപ്രവർത്തനത്തിനുള്ള രാമചന്ദ്രൻ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ശശി തരൂർ. പത്രപ്രവർത്തകനായ എൻ രാമചന്ദ്രന്റെ സ്മരണാർത്ഥമുള്ള പൊതുപ്രവർത്തനത്തിനുള്ള രാമചന്ദ്രൻ പുരസ്കാരം ലഭിച്ചത് ശശി തരൂർ. ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യം, 35ാമത്തെ ചോദ്യം. ഫിഡെ ലോക റാങ്കിങ്ങിലെത്തിയ ആദ്യ മലയാളി താരമാണ് SL നാരായൺ. ഫിഡെ ലോക റാങ്കിങ്ങിലെത്തിയ ആദ്യ മലയാളി താരം SL നാരായൺ. അപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പുതിയ വക്താവ് രൺധീർ ജയ്സ്വാൾ. പെൺകുട്ടികൾ മാത്രമുള്ള ആദ്യത്തെ സൈനിക സ്കൂൾ അടുത്തിടെ ഉദ്ഘാടനം ചെയ്തത് ഉത്തർപ്രദേശിലാണ്. പൊതുപ്രവർത്തനത്തിനുള്ള രാമചന്ദ്രൻ പുരസ്കാരം ലഭിച്ചത് ശശി തരൂരിനാണ്. ഫിഡെ ലോക റാങ്കിങ്ങിലെത്തിയ ആദ്യ മലയാളി താരം SL നാരായൺ. നമുക്ക് ഇത്രയുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പറയാനുണ്ടായിരുന്നത്. കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കേൾക്കാം. താങ്ക് യു.